ഫ്രീനെ കൂട്ടുപിടിച്ച് കുഞ്ഞൻ ടീമുകളെ ജയിക്കാൻ ആർക്കും പറ്റും. തീർച്ചയായിട്ടും അർജന്റീനയും ഇംഗ്ലണ്ട് എടുത്തിട്ട് അലയ്ക്കും. നിങ്ങൾ ഈ ഒരു റീല് കണ്ടായിരുന്നോ? അതായത് മെസ്സി കളി ജയിച്ചു എന്നും പറഞ്ഞത് മെസ്സിയുടെ ജേഴ്സിയും ചുമന്നുകൊണ്ട് പോവോ ഹെലികോപ്റ്ററിൽ. ശരിക്കും ആ റഫറിയുടെ ജേഴ്സി അല്ലേ ചുമന്നുകൊണ്ട് പോകേണ്ടത്? ചോദിക്കട്ടെ, എങ്കിൽ പിന്നെ റഫറിക്ക് അർജന്റീനയുടെ ജേഴ്സി ഇട്ട് കൊടുത്താൽ പോരായിരുന്നോ? ഈ മെസ്സി പോയിട്ട് റഫറിയുടെ ചെവി പോയി കുശു കുശു പറയുന്ന സമയം ഉണ്ടെങ്കിൽ പുള്ളിക്ക് നല്ല 2 ഗോൾ അടിക്കാൻ പാടില്ലേ? മറഡോണ പറഞ്ഞ എത്ര കറക്റ്റാലേ. അമേരിക്കയിൽ ശരിക്കും കളി നടക്കില്ല, കച്ചവടമേ നടക്കും. ആക്ച്വലി മാൻ ഓഫ് ദി മാച്ച് എന്ന് പറയുന്നത് ആ റഫറി ആയിരുന്നു. റഫറിയുടെ വിസിൽ പോലും അർജന്റീന ഫാനാണെന്ന് എനിക്ക് തോന്നിപ്പോയി. അർജന്റീന എന്ന് പറയുന്ന കൺട്രിയോട് എനിക്കൊരു റെസ്പെക്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറഞ്ഞു. അർജന്റീനയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് റഫറി മനഃപൂർവ്വം സഹായിച്ചതാണെന്നുള്ളത് പച്ചയായ ഒരു സത്യമാണ്. അതായത് റഫറീസ് ഫേവറേറ്റ് ടീം അർജന്റീന. അതേപോലെ ഫിഫ വോണ്ടഡ് മെസ്സി ടു വിൻ. ഞാൻ ഫൗള് ചെയ്തു തീർച്ചയായിട്ടും, പക്ഷെ റഫറി എന്തോ അത് കണ്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ റഫറി എന്താന്ന് പറഞ്ഞെന്നറിയോ? ഞാനൊന്നും കണ്ടില്ല. നമ്മൾ ഫുട്ബോൾ ആണോ കാണുന്നത് അതോ റഫറിയുടെ റിയാലിറ്റി ഷോ ആണോ കാണുന്നത്? എന്തുകൊണ്ടാ അർജന്റീന ചെയ്ത ആ ഒരു ഗോള് കണ്ടിട്ട് അത് വാറ നോക്കിയില്ല എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് എടുത്ത് അങ്ങോട്ട് കൊടുത്താൽ മതി, വെറുതെ ബാക്കിയുള്ളവർ ഉറക്കം കളഞ്ഞിട്ട്. ഹലോ, എക്സ്ക്യൂസ് മീ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുവാണ്, ഞാൻ ഈ ഫുട്ബോളിന്റെ രാജാക്കന്മാരെന്ന് പറയുന്നത് നെയ്മർ, മെസ്സി, റൊണാൾഡോ, ഇവരെ 3 പേരെയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും ഇവർ 3 പേരും ലെജൻസ് ആണ്. എങ്കിലും ചില കാര്യങ്ങൾ എനിക്ക് പറയണം എന്നുണ്ട്. ഞാൻ ഏത് ടീമാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഇതിലൊരാളെ ഞാൻ ആരാധിക്കുന്നുണ്ട്, അതിലാരാണെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഞാൻ അതർ ടീമിനെ കുറിച്ചാണ് പറയുന്നത്, മീൻസ് അതർ ടീമാണ് ഞാൻ എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ പറയും, ഓ നീ അതർ ടീമല്ലേ അതുകൊണ്ട് പറഞ്ഞാണ് എന്ന് പറയും. അതല്ല, ഞാൻ അർജന്റീന ടീമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും, ഇരുകാലിയായിട്ട് ജനിച്ചിട്ട് 4 കാലികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന കരിങ്കാലി എന്ന് എന്നെ വിളിക്കും. അതുകൊണ്ട് ഏത് ടീമാണെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും കഴിഞ്ഞ ദിവസത്തെ മാച്ച് ജയിച്ചു, പക്ഷെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. വൈ? ബിക്കോസ് ഓഫ് ആ മാച്ചിലെ റഫറിയുടെ വിസിൽ പോലും അർജന്റീന ഫാനാണെന്ന് എനിക്ക് തോന്നിപ്പോയി. എനിവേസ്, വെൽക്കം ടു മെസ്സി വേൾഡ് കപ്പ്, സോറി ഫിഫ വേൾഡ് കപ്പ്. കഴിഞ്ഞ ദിവസം വരെ അർജന്റീന എന്ന് പറയുന്ന കൺട്രിയോട് എനിക്കൊരു റെസ്പെക്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറഞ്ഞു. അർജന്റീനയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് റഫറി മനഃപൂർവ്വം സഹായിച്ചതാണെന്നുള്ളത് പച്ചയായ ഒരു സത്യമാണ്. ഈ അടുത്ത് യൂട്യൂബ്, ഫേസ്ബുക്കിൽ, പിന്നെ അതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് റീൽസും ഷോർട്സ് ഒക്കെ വന്ന കൂട്ടത്തിൽ കണ്ടായിരുന്നു. കുറച്ച് നോട്ട്സ് ഉണ്ടായിരുന്നു അതിനകത്ത്. അതായത് റഫറീസ് ഫേവറേറ്റ് ടീം അർജന്റീന, അതേപോലെ ഫിഫ വോണ്ടഡ് മെസ്സി ടു വിൻ. പിന്നെ എന്തായിരുന്നു, പിന്നെ ഒരെണ്ണം ഒരു ഫണ്ണി ആയിട്ട് കണ്ട വേറൊരു സംഭവം, അർജന്റീനയല്ല അത് കട്ട് ചെയ്തിട്ട് വാർ അർജന്റീന എന്ന് വരെ കണ്ടായിരുന്നു. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ, സലാനെ ഫൗള് ചെയ്തു തീർച്ചയായിട്ടും, പക്ഷെ റഫറി എന്തോ അത് കണ്ടില്ലെന്ന് തോന്നുന്നു. ആ ടൈമിൽ തന്നെ തീർച്ചയായിട്ടും വാർ ടീം ഇടപെട്ടില്ല, അതാണ് മറ്റൊരു സത്യം. ഫൈനലി അർജന്റീന ജയിച്ചു. ഇത് കണ്ടിട്ട് ഈജിപ്ത് ഫാൻസും സ്വിറ്റ്സർലാൻഡ് ഫാൻസും അൾജീരിയ ഫാൻസ് എല്ലാം അത് റെഡ് കാർഡ് അല്ലായിരുന്നോ എന്ന് ചോദിച്ചായിരുന്നു. പക്ഷെ റഫറി എന്താന്ന് പറഞ്ഞെന്നറിയോ? ഞാനൊന്നും കണ്ടില്ല. എനിവേസ്, ഫൗള് ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് വാർ നോക്കാലോ. ഇപ്പൊ വാർ നോക്കിയിട്ടും ഒന്നും കണ്ടില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സോഷ്യൽ മീഡിയ നോക്കുന്നുണ്ട്. ഇതേപോലെ വാർ റൂമിൽ ഇരിക്കുന്നവർക്ക് ഒരേ ഒരു വർക്കേ ഉള്ളൂ, മെസ്സി ആണോ പ്ലേ ഓൺ, ഇത്രേ ഉള്ളൂ. അർജന്റീന ഫൗൾ ചെയ്യുവാണെങ്കിലുണ്ടല്ലോ റഫറി പറയും അത് ബോൾ തട്ടി വീണായിരിക്കും. അതേപോലെ മറ്റേ ടീമാണോ ഫൗൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നേരെ ക്രൈം ബ്രാഞ്ച് കേസ് ആയിക്കോ എന്നാക്കും. അതാണ് എനിക്ക് പറ്റായിരുന്നത്. ഈ വേൾഡ് കപ്പിൽ ശരിക്കും ഗോൾ അടിച്ചതിനേക്കാൾ കൂടുതൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായി നടക്കുന്നത് എന്താണെന്നറിയാമോ? ഒന്ന് ഫൗളുകൾ, പിന്നെ ഈ റഫറിയുടെ ഡിസിഷൻസ്. അതെ, ലാസ്റ്റ് അർജന്റീനയുടെ മാച്ച് കണ്ടപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചെന്താ അറിയോ, നമ്മൾ ഫുട്ബോൾ ആണോ കാണുന്നത് അതോ റഫറിയുടെ റിയാലിറ്റി ഷോ ആണോ കാണുന്നത് എന്ന് തോന്നിപ്പോവും. ഒരു ഫൗള് നടക്കും, അപ്പൊ തന്നെ റഫറി പറയും ഒന്നുമില്ല, അത് ക്ലീൻ ടാക്കിൾ ആയിരുന്നു എന്നാണ് പുള്ളി പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, എങ്കിൽ പിന്നെ റഫറിക്ക് അർജന്റീനയുടെ ജേഴ്സി ഇട്ട് കൊടുത്താൽ പോരായിരുന്നോ? ആക്ച്വലി മാൻ ഓഫ് ദി മാച്ച് എന്ന് പറയുന്നത് ആ റഫറി ആയിരുന്നു. റഫറീസിനേക്കാളും ഏറ്റവും കൂടുതൽ വർക്ക് കൂടുതലുണ്ടായത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഉള്ള എഡിറ്റേഴ്സിനായിരുന്നു. കാരണം അവർ ചെയ്യാത്ത വർക്ക് ഇവര് നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. ഈജിപ്റ്റ് നേടിയ ഗോള് കണ്ടിട്ട് വാറ നോക്കി അത് ഫൗൾ ആണെന്ന് പറയാമെങ്കിൽ, എന്തുകൊണ്ടാ അർജന്റീന ചെയ്ത ആ ഒരു ഗോള് കണ്ടിട്ട് അത് വാറ നോക്കിയില്ല? പോട്ടെ, ഫൗളാന്ന് പറയണ്ട, അത് മാറ്റി വെച്ചേക്കാം, വാറ് നോക്കായിരുന്നല്ലോ. അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗക്കാർ മൊത്തം പറയുന്നത് കേൾക്കാതിരിക്കായിരുന്നല്ലോ. ഇതിന്റെ എല്ലാത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പാലസ്തീനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ ഫിഫ വേൾഡ് കപ്പിന് ഒരു ബന്ധമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കത് ഒരു തെളിവില്ലാത്തൊരു കേസാണ്, നമുക്കത് പറയാൻ പറ്റത്തില്ല. മറഡോണ പറഞ്ഞ എത്ര കറക്റ്റാലേ. അമേരിക്കയിൽ ശരിക്കും കളി നടക്കില്ല, കച്ചവടമേ നടക്കും.
അല്ലെ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എല്ലാ തവണയും ഈ മെസ്സി പോയിട്ട് റഫറിയുടെ ചെവി പോയി കുശു കുശു പറയുന്ന സമയം ഉണ്ടെങ്കിൽ പുള്ളിക്ക് നല്ല 2 ഗോൾ അടിക്കാൻ പാടില്ലേ? നല്ല ഗോൾ അടിച്ചിട്ടില്ല എന്നല്ല, ഇപ്രാവശ്യം എന്തൊക്കെയോ പറയുന്ന സമയത്ത് ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റാത്ത 2 നല്ല ഗോൾ അടിക്കാൻ പാടില്ലായിരുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന മിനിമം ഒരു 4 വേൾഡ് കപ്പെങ്കിലും തീർച്ചയായിട്ടും അർജന്റീനയ്ക്ക് കൊണ്ടുപോകാം കേട്ടോ. ഒരു ബുദ്ധിമുട്ടില്ല, അത് അവർക്ക് വേണ്ടി ഉള്ളതാണ്. ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു മാച്ച് വെക്കേണ്ട കാര്യം അവിടെ ഇല്ല. വെൽക്കം ടു മെസ്സി വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് എടുത്ത് അങ്ങോട്ട് കൊടുത്താൽ മതി, വെറുതെ ബാക്കിയുള്ളവർ ഉറക്കം കളഞ്ഞിട്ട്. നിങ്ങൾ ഈ ഒരു റീല് കണ്ടായിരുന്നോ? അതായത് മെസ്സി കളി ജയിച്ചു എന്നും പറഞ്ഞത് മെസ്സിയുടെ ജേഴ്സിയും ചുമന്നുകൊണ്ട് പോവോ ഹെലികോപ്റ്ററിൽ? ശരിക്കും ആ റഫറിയുടെ ജേഴ്സി അല്ലേ ചുമന്നുകൊണ്ട് പോകേണ്ടത്? വരാനിരിക്കുന്ന സെമി ഫൈനൽ മാച്ചിൽ അർജന്റീന ടീംസ് കുറച്ച് വെള്ളം കുടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കേട്ടോ. ഇനിയാണ് യഥാർത്ഥ കളി. എണ്ണം പറഞ്ഞിട്ടുള്ള ആൺകുട്ടികളുടെ ടീമാണ് ഇംഗ്ലണ്ട്. റഫറി കള്ളത്തരം കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അർജന്റീനയെ ഇംഗ്ലണ്ട് എടുത്തിട്ട് അലയ്ക്കും. പിന്നെ ഈ റഫറീനെ കൂട്ടുപിടിച്ച് കുഞ്ഞൻ ടീമുകളെ ജയിക്കാൻ ആർക്കും പറ്റും, തീർച്ചയായിട്ടും പറ്റും. ഇംഗ്ലണ്ട് എടുത്തിട്ട് അലക്കും, ഉറപ്പുള്ള കേസാ. എന്നാ പിന്നെ അങ്ങോട്ട്